ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്ത വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 47-ാം തിരുവചനം. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിൻ്റെ 2-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ അമ്മയുടെ മഹത്തായ മാതൃക ഈ നോയമ്പാചരണത്തിലൂടെ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ അനുദിനം സ്വാധീനിക്കണം. അമ്മ ദൈവിക സ്പർശനം ലഭിച്ചപ്പോൾ അമ്മ പ്രഖ്യാപിക്കുകയാണ്, സാക്ഷിക്കുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ജീവാത്മാവ്, മനുഷ്യൻ ശരീരവും ആത്മാവും മനസ്സുമുള്ളവനാണ്. ഇതാ അവളുടെ ജീവാത്മാവ്, ജീവൻ, അതിൻ്റെ ഉടയവനും അതിൻ്റെ രക്ഷിതാവും ആയ കർത്താവിൽ ഉല്ലസിക്കുന്നു. ഈ ജീവൻ അതിൻ്റെ ഉടയവനാകുന്ന ദൈവത്തിലല്ലാതെ എന്തിലാണ് ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനും കഴിയുന്നത്? ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും അഴിഞ്ഞു പോകുന്നതാണ്. ലോകം മാടി വിളിക്കുന്ന മോഹങ്ങൾക്ക് പിന്നാലെ അതിൻ്റെ അടിമകളായി അത് തരുന്ന നൈമേഷികമായ സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഉല്ലസിച്ച് ജീവിതം വ്യർത്ഥമായി പോകാതെ ഇതിനെല്ലാം അതീതനായ, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാകുന്ന, ജീവിതത്തെ രക്ഷയുടെ സന്തോഷത്തിൽ അനുദിനം നയിക്കുന്ന കർത്താവിൽ ഉല്ലസിപ്പാൻ തക്കവിധം ജീവിതത്തെ ആ ഉടയവൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. അവൻ സകലത്തിനും മതിയായവനാണ്. ജീവിതത്തിൽ ഏറിവരുന്ന വിവിധങ്ങളായ പരീക്ഷകൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, ഇതിൻ്റെ നടുവിൽ നാം വീണുപോയി ഈ ലോകത്തിന് അനുരൂപരായി തീരുവാൻ ഇടയാകാതെ അത്തരം പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ ലോകത്തിൽ അതിനെ ജയിച്ചവനായ ക്രിസ്തുവേശുവിൽ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഈ ലോക ജീവിതത്തിനപ്പുറം അവൻ ഒരുക്കിയിരിക്കുന്ന ആ നിത്യകൂടാരത്തിൽ അവനോടൊത്ത് നിത്യമായ വാസത്തിന് നമ്മൾ യോഗ്യരായി മാറും. പ്രതിസന്ധികളും പ്രതികൂലതകളും നമുക്ക് ചുറ്റും പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് പറഞ്ഞതുപോലെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചു. ലോകത്തെ പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും വീണ്ടെടുത്ത് നമുക്ക് സമഗ്രമായ വിമോചനം നേടിത്തന്ന ക്രിസ്തുവേശുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവനിൽ ഉല്ലസിക്കുവാൻ, ആനന്ദിക്കുവാൻ ദൈവിക വിചാരവും ദൈവിക ചിന്തകളും നമ്മളെ ഭരിക്കട്ടെ. അതിന് അമ്മയുടെ മഹത്തായ മാതൃക നമുക്ക് പിൻപറ്റാം. സ്നേഹപൂർവം, ഫാദർ ആൻഡ്രൂസ്, കടപ്പനിങ്ങാട്ട്.